ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോട്ട്സ്ബർഗ്. ഇന്ന് നോട്ട്സ്ബർഗിൽ നമ്മൾ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വേഗം ചാപ്റ്ററിലോട്ട് പോവാം. വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി. 20th സെഞ്ച്വറി ഹിസ്റ്റോറിക്കലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെഞ്ച്വറി, ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു നൂറ്റാണ്ടായിരുന്നു 20ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വേൾഡ് ഇൻ 20th സെഞ്ച്വറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ അതിനകത്ത് വരുന്നത് ആഫ്രിക്കയുടെ ഒരു മാപ്പാണ്. 1914 ഒരു ആഫ്രിക്കൻ മാപ്പ് അതിനകത്ത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാപ്പ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്താൽ നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മിക്ക കൺട്രീസിൻ്റെയും ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരുന്നു ഓൾമോസ്റ്റ് എല്ലാ ബൗണ്ടറി ലൈൻസും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അപ്പം നമ്മൾ പറഞ്ഞു യൂറോപ്യൻസ് ആദ്യം തൊട്ട് തന്നെ നമ്മൾ മുന്നേയൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ യൂറോപ്യൻസ് ലോകത്തിൻ്റെ പല ഭാഗത്തോട്ടും പോയി അവരുടെ കോളനൈസേഷൻസൊക്കെ അവർ നടത്തിയിരുന്നു. മെയിനായിട്ട് അവിടുത്തെ റിസോഴ്സസൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവരുടെ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അവർ മിക്ക കൺട്രീസിലും പോയിട്ട് കോളനികൾ സെറ്റ് ചെയ്തിരുന്നു. അങ്ങനെ യൂറോപ്യൻസ് ആഫ്രിക്കയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഫ്രിക്ക എന്ന് വെച്ചാൽ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഒരു അബൻഡൻറ്റ് സോഴ്സാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പം 20th സെഞ്ച്വറി ആയപ്പോഴേക്കും യൂറോപ്യൻസൊക്കെ ആഫ്രിക്കയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ വന്നു. തമ്മിലുണ്ടായിരുന്ന ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റ് പ്രകാരം യൂറോപ്യൻ കൺട്രീസൊക്കെ എന്ത് ചെയ്തു? ആഫ്രിക്കൻ നേഷൻസിനെ അവരുടെ ഇടയിൽ തന്നെ ഡിവൈഡ് ചെയ്തു. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട്, മാപ്പിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടായിരുന്നു ഇവർ ഡിവിഷൻ നടത്തിയത്. അപ്പോൾ ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് വരുന്ന സമയത്ത് ഇവർ അവരുടെ ഇടയിലുള്ളൊരു കോൺഫ്ലിക്റ്റും ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ആഫ്രിക്കയെ ഇവരുടെ ഇടയിൽ തന്നെ അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈസി ഡിവിഷന് വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടാണ് ഇവർ ഡിവൈഡ് ചെയ്തത്. അതുകൊണ്ടാണ് ആഫ്രിക്കയിലുള്ള മിക്ക കൺട്രീസിൻ്റെയും ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത്. ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം, അതായത് മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്കുള്ള ഒരു നീക്കം, അതാണ് നമ്മുടെ ഹെഡിങ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ചിട്ട് മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 18th സെഞ്ച്വറിയിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങുന്നത്. ഇംഗ്ലണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വ്യവസായ വിപ്ലവം. അപ്പോൾ അത് ഇംഗ്ലണ്ടിൽ നിന്ന് ഗ്രാജ്വലി മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്കും കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വന്നു. അപ്പോൾ എന്തായി? ക്യാപിറ്റലിസ്റ്റ്, അതായത് മുതലാളികളൊക്കെ എന്താക്കി? ഒരുപാട് ഫാക്ടറീസിലൊക്കെ അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. പ്രൊഡക്ഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലിസ്റ്റ്സ്, അതായത് മുതലാളികളൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫാക്ടറീസിലും ഇൻഡസ്ട്രീസിലൊക്കെ നിക്ഷേപങ്ങൾ നടത്തി. അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി. ഇത് അവരുടെ പ്രോഫിറ്റ് എന്താക്കി? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഈ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലാഭം മാത്രം ലക്ഷ്യം വെച്ചിട്ട്, പ്രോഫിറ്റ് മാത്രം എയിം ചെയ്തിട്ട് ഉള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ്. അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ഈ ക്യാപിറ്റലിസ്റ്റ് മാത്രമാണ്. ഇപ്പോൾ ഈ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസൊക്കെ ഒരുപാട് വന്നപ്പോൾ എന്തായി? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി, അതായത് വൻകിട വ്യവസായങ്ങളൊക്കെ ഒരുപാട് കൂടിയപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളും കൂടി തുടങ്ങി. അപ്പോൾ ഒരുപാട് നേഷൻസ്, ഒരുപാട് യൂറോപ്യൻ കൺട്രീസൊക്കെ എന്താക്കി? അവർക്ക് ഡൊമസ്റ്റിക്കലി ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ പ്രൊഡക്ട്സ് അവരെല്ലാവരും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അവർക്ക് അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ്സിൽ ഉൾക്കൊള്ളാവുന്നതിലും കൂടുതലായിട്ട് അവരുടെ കയ്യിൽ പ്രൊഡക്ട്സ് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ഓവർ പ്രൊഡക്ഷൻ എന്താക്കി? അവരെ ഒരുപാട് മാർക്കറ്റ്സ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അവർ മുന്നിലിട്ട് കൊടുത്തു. കാരണം എന്തായി? ഇവരുടെ ഈ പ്രൊഡക്ട്സ് ഇവർക്ക് സെല് ചെയ്യാൻ മാർക്കറ്റ്സ് വേണം. ഇവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ്സിൽ അതിന് മാത്രം എന്താ പറയുക, ഇതെല്ലാം താങ്ങുന്നില്ല. ഇവർ ഡൊമസ്റ്റിക് മാർക്കറ്റ്സിന് ആവശ്യമുള്ളതിനേക്കാൾ പ്രൊഡക്ഷൻ ഇവരുടെ കയ്യിലുണ്ടായി. ഈ ഒരു സെർച്ച് ഫോർ മാർക്കറ്റ്സ് ഈ കൺട്രീസിൻ്റെ ഇടയിൽ തന്നെ ഒരു കോമ്പറ്റീഷന് വഴിയൊരുക്കുകയാണ് ചെയ്തത്. അങ്ങനെ യൂറോപ്യൻസിനൊക്കെ ആ സമയത്ത് തന്നെ ഒരുപാട് ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ നേഷൻസൊക്കെ ആയിട്ട് ട്രേഡ് റിലേഷൻഷിപ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ പൊളിറ്റിക്കൽ പവറും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ മിലിറ്ററി ഫോഴ്സസും എല്ലാം യൂസ് ചെയ്തിട്ട് അവർ അതായത് ഈ യൂറോപ്യൻ കൺട്രീസ് അവർ ട്രേഡ് നടത്താൻ ഉപയോഗിച്ചിരുന്ന രാജ്യങ്ങളുടെ എക്കണോമി അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. എക്കണോമിക്കലി അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി ഈ രാജ്യങ്ങളെ. അങ്ങനെയാണ് ഈ രാജ്യങ്ങളൊക്കെ പിന്നീട് യൂറോപ്യൻ കൺട്രീസിൻ്റെ കോളനീസായിട്ട് മാറുന്നത്. അതാണ് കോളനൈസേഷൻ, കോളനിവൽക്കരണം. ഈ ഒരു കോളനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് ട്രേഡ് യൂണിയൻസും ഒക്കെ ഫോം ചെയ്തിരുന്നു ഈ മുതലാളികൾക്കെതിരെയായിട്ട്.
അപ്പോൾ ഈ ട്രേഡ് യൂണിയൻസും അവരുടെ നിരന്തരമായിട്ടുള്ള സമരങ്ങളും പ്രൊട്ടസ്റ്റുകളും ഒക്കെ എന്താ ക്യാപിറ്റലിസ്റ്റിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ഈ റെജിറ്റേഷൻസൊക്കെ കാരണം ഈ ട്രേഡ് യൂണിയൻസിൻ്റെ സമരം കാരണം അവർക്ക് വേജസ് കൂട്ടേണ്ടി വന്നു. അപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ആക്ച്വലി ഇവരുടെ കോളനീസിനൊക്കെ ഇവർ ഒരു സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസും അതേപോലെ അവരുണ്ടാക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഒരു മാർക്കറ്റായിട്ടാണ് കണ്ടിരുന്നത്. പിന്നീട് ഈ കൊളോണിയൽ മേധാവികൾ, അതായത് കൊളോണിയൽ മാസ്റ്റേഴ്സൊക്കെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരെ ഇവരുടെ കോളനീസിൽ നടത്താൻ തുടങ്ങി. അതിനവരെ പ്രേരിപ്പിച്ച കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് ചീപ്പ് ലേബറാണ്. കാരണം തൊഴിലാളികളുടെ വളരെ കുറഞ്ഞ ചിലവുകളാണ്, കൂലി വളരെ ചെറുതായിരുന്നു. പിന്നെ അതേപോലെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ചീപ്പായിട്ട് റോ മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ വെറും ലോ കോസ്റ്റ് മാനുഫാക്ചറിങ് ആയിരുന്നു അവിടെ നടന്നിരുന്നത്. അതേപോലെ സെല്ലിങ് ഗുഡ്സ് ഇൻ കോളനീസ്, കോളനിയിൽ തന്നെ ഈ ഗുഡ്സൊക്കെ ഇവർ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സൊക്കെ കോളനികളിൽ തന്നെ വിൽക്കാനുള്ള ഒരു സൗകര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇവരെ ഈ ക്യാപിറ്റലിസ്റ്റിനെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. ഇനി ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു മൂലധന നിക്ഷേപം അത് വെറും പ്രോഫിറ്റ് മാത്രം ലക്ഷ്യമാക്കിയിട്ട് ക്യാപിറ്റലിസം നടത്തിയ ഒരു മൂവ്മെൻറ്റാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റലിൻ്റെ കൂടെ അവരുടെ പൊളിറ്റിക്കൽ, എക്കണോമിക്, അതേപോലെ കൾച്ചറൽ ഡോമിനൻസും കൂടി അവർ വേറൊരു രാജ്യത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അത് ഇവരുടെ പ്രോഫിറ്റ് മാത്രമല്ല, പ്രോഫിറ്റിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറലായിട്ടുള്ള ഡോമിനൻസും കൂടിയും ഈ കൺട്രീസിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സാമ്രാജ്യ ശക്തികൾ അവരുടെ ലീഗൽ സിസ്റ്റം, അതായത് നിയമവ്യവസ്ഥ, ഭരണ സംവിധാനം, മിലിറ്ററി ഫോഴ്സസ്, അത് ഒരുപാട് അവരുടെ അഡ്വാൻറ്റേജസൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഇമ്പീരിയലിസം ഇമ്പോസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം കോളനികളെയൊക്കെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തത് എന്നുള്ളതെന്ന് നോക്കിയാലോ. ഫസ്റ്റ്ലി അവരുടെ ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം അതെല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. അപ്പോൾ എല്ലാ കൺട്രീസിനായാലും അവരുടേതായിട്ടുള്ള ഒരു പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ ഉണ്ടാവും, അതെല്ലാം അവിടെ തകിടം മറിഞ്ഞു. അതുപോലെ തന്നെ അവരുടെ ഭരണരീതിയും നിയമവ്യവസ്ഥകളും എല്ലാം മാറ്റപ്പെട്ടു. അതേപോലെ ഇവരുടെ ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്, അതായത് അവർ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരുന്ന പരമ്പരാഗത ഭക്ഷ്യവിളകളൊക്കെ അവർക്ക് നിർത്തലാക്കേണ്ടി വന്നു. കാരണം അതിന് പകരമൊക്കെ ഇവരെ കൊണ്ട് കൂടുതലായിട്ട് ക്യാഷ് ക്രോപ്സ്, അതായത് നാണ്യവിളകൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊക്കെ നിർബന്ധിതപ്പെട്ടു. പിന്നെ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് അതങ്ങോട്ട് കൂടി, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വളരെയധികം വർദ്ധിച്ചു. നാച്ചുറൽ റിസോഴ്സസൊക്കെ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു. കാരണം ആഫ്രിക്കയൊക്കെ പറഞ്ഞല്ലോ ഒരുപാട് നാച്ചുറൽ റിസോഴ്സൊക്കെയുള്ള സ്ഥലമാണ്. ആഫ്രിക്ക മാത്രമല്ല, ഇവർ കോളനി വൽക്കരണത്തിന് വേണ്ടിയിട്ട് തേടിപ്പോകുന്ന രാജ്യങ്ങളൊക്കെ എന്തായാലും നാച്ചുറൽ റിസോഴ്സസിന് ഒരുപാട് സോഴ്സുകളുള്ള അല്ലെങ്കിൽ അത്രയും റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ അടുത്താണ് ഇവർ പോയിട്ടുള്ളത്. അപ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സസൊക്കെ വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ ഇൻഡിജീനിയസ് ആർട്സ്, അതായത് തദ്ദേശീയമായ കല, അതേപോലെ സാഹിത്യം, ലാംഗ്വേജ്, കൾച്ചർ, അതേപോലെ ഇവരുടെ വിദ്യാഭ്യാസ സിസ്റ്റം ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. ഈ വന്ന ആൾക്കാരുടെ, അതായത് ഇവരുടെ മേൽ കോളനൈസേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് അടിച്ചേൽപ്പിച്ച കൺട്രീസിൻ്റെ അവരുടെ സിസ്റ്റങ്ങളൊക്കെയാണ് ഇവിടെ ഇമ്പോസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇവരുടെ ട്രഡീഷണൽ സിസ്റ്റംസും ട്രഡീഷണൽ കൾച്ചറും ട്രഡീഷണലായിട്ട് ഇവർ ഫോളോ ചെയ്തു വന്ന രീതികളും എല്ലാം അവിടെ മാറപ്പെട്ടു. പിന്നീട് എന്തായി, ഈ ഇമ്പീരിയലിസ്റ്റ് നേഷൻസ്, അതായത് കോളനികൾ സെറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾ ഇമ്പീരിയലിസ്റ്റ് നേഷൻസായി മാറി. കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങൾ അവിടെ തുടങ്ങുകയായി. അത് സാമ്രാജ്യ ശക്തികളുടെ ഇടയിലുള്ള ഭയങ്കരമായിട്ടുള്ള, അതായത് ഇമ്പീരിയലിസ്റ്റ് നേഷൻസിൻ്റെ ഇടയിലുള്ള ഭയങ്കര അജിറ്റേഷൻസും മത്സരങ്ങളൊക്കെ തുടങ്ങി. അതൊക്കെയാണ് പിന്നീട് യുദ്ധങ്ങളിലേക്ക് നയിച്ചത്. ഒന്നാം ലോക മഹായുദ്ധം, ദ ഫസ്റ്റ് വേൾഡ് വാർ. ഈ ഒരു ഇമ്പീരിയലിസ്റ്റ് നേഷൻസിൻ്റെ ഇടയിലുണ്ടായിരുന്ന കോമ്പറ്റീഷൻസിൻ്റെയൊക്കെ ഫലമായിട്ടാണ് വാറുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഈ ഒരു കോമ്പറ്റീഷൻസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഒരുപാട് മത്സരിക്കാൻ തുടങ്ങി. അതായത് അവരുടെ കോളനികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മത്സരങ്ങൾ അവർ നടത്താൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഇടയിൽ എന്തായാലും ശത്രുതയും അതേപോലെ തന്നെ സംഘർഷങ്ങളും ഒരുപാട് ഉണ്ടാകാൻ തുടങ്ങി. ശത്രു ആര് മിത്രം ആര് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥ വരെ
ഈ രാജ്യങ്ങളുടെ ഇടയിലുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഈ രാജ്യങ്ങൾ ഒരു മിലിറ്ററി അലയൻസിന് വേണ്ടിയിട്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നയിച്ചു. മിലിറ്ററി അലയൻസ് എന്ന് പറയുന്നത് സൈനിക സഖ്യങ്ങൾ, അതിനുവേണ്ടി അതിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് വഴിതെളിച്ചു. അപ്പോൾ ഇങ്ങനെ രൂപപ്പെട്ട രണ്ട് മിലിറ്ററി അലയൻസസ് ആണ്. ഒന്ന് ട്രിപ്പിൾ അലയൻസ്, ത്രികക്ഷി സഖ്യവും, അതേപോലെ ട്രിപ്പിൾ എൻറ്റോണ്ട്, അതായത് ത്രികക്ഷി സൗഹാർദ്ദവും. അങ്ങനെ രണ്ട് എക്സാമ്പിൾസ് ആണ് ഈ ഒരു അലയൻസ്, മിലിറ്ററി അലയൻസസിന് വേണ്ടി ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ അലയൻസസിൻ്റെ ഒക്കെ ഫോർമേഷൻ, അതായത് ഇവിടെ ഇപ്പോൾ ട്രിപ്പിൾ അലയൻസും അതുപോലെ ട്രിപ്പിൾ എൻറ്റോണ്ട് അങ്ങനെ രണ്ട് അലയൻസ് അവിടെ ഫോം ചെയ്തു. അപ്പോൾ ഈ അലയൻസിൻ്റെ ഒക്കെ ഫോർമേഷൻ എന്ന് പറയുന്നത് യൂറോപ്പിൽ ഒരു യുദ്ധാന്തരീക്ഷം വരെ സൃഷ്ടിച്ചു. അപ്പോൾ ഈ രാജ്യങ്ങൾ എന്താക്കി, ഒരുപാട് ലെത്തൽ വെപ്പൺസ്, അതായത് വിനാശകാരികളായിട്ടുള്ള വെപ്പൺസൊക്കെ പർച്ചേസ് ചെയ്യാനും അതേപോലെ മാനുഫാക്ചർ ചെയ്യാനും അതൊക്കെ വാങ്ങിക്കൂട്ടി. ഈ വെപ്പൺസൊക്കെ അവരൊക്കെ വാങ്ങിക്കൂട്ടി. കാരണം ഏത് നിമിഷം യുദ്ധത്തിന് ചാൻസ് ഉണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് അവർക്ക് കിട്ടി. അവരുടെ ആ ഒരു കോമ്പറ്റീഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പീരിയലിസ്റ്റ് കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത്, സാമ്രാജ്യത്വ മത്സരം. അപ്പോൾ അതിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഓരോ നേഷൻസും ഒരുപാട് സ്ട്രാറ്റജീസ് സ്വീകരിച്ചു. ഓരോരുത്തരും വ്യത്യസ്തമായ സ്വീകരണങ്ങളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അഗ്രസീവ് നാഷണലിസം, അതായത് തീവ്രദേശീയത, അഗ്രസീവ് നാഷണലിസം. അപ്പോൾ എന്താണ് ഈ അഗ്രസീവ് നാഷണലിസം? മറ്റു രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. അതാണ് അഗ്രസീവ് നാഷണലിസം. നമ്മുടെ രാജ്യം എന്ത് ചെയ്താലും അതൊക്കെ ശരിയാണ്, മറ്റു രാജ്യത്തിനേക്കാട്ടിലും എന്തുകൊണ്ടും സുപ്രീമായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത് എൻ്റെ രാജ്യമാണ്. അങ്ങനെയുള്ള ഓരോ കൺസെപ്റ്റുകളായിരുന്നു ഈ അഗ്രസീവ് നാഷണലിസം മുന്നോട്ട് വെച്ചത്. ഈ ഒരു അഗ്രസീവ് നാഷണലിസം ഒരുപാട് പ്രസ്താവനകൾ, അതായത് ഒരുപാട് മൂവ്മെൻറ്റ്സ് അതിനൊക്കെ രൂപം കൊണ്ടിട്ടുണ്ട് അഗ്രസീവ് നാഷണലിസം കാരണം. അതിൽ വന്ന 3 മൂവ്മെൻറ്റ്സ് ആണ്. ഒന്ന് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പിന്നെ ഒന്ന് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, പിന്നെ ഒന്ന് റിവെഞ്ച് മൂവ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ 3 മൂവ്മെൻറ്റ്സ് അവിടെ വന്നിട്ടുണ്ട്. ഈ അഗ്രസീവ് നാഷണലിസത്തിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ 3 മൂവ്മെൻറ്റ്സ് അവിടെ വരുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ മൂവ്മെൻറ്റാണ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഈ പാൻ സ്ലാവ് മൂവ്മെൻറ്റ് എന്ന് നോക്കാം. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയുള്ള സ്ലാവിക് പീപ്പിൾ, അതായത് സ്ലാവ് വംശജരെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തങ്ങളുടെ നേതൃത്വത്തിൽ യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യ ആഗ്രഹിച്ചു. അതിനായിട്ട് ഈ മേഖലയിൽ, അതായത് ആ ഒരു ഏരിയാസിൽ റഷ്യ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻ സ്ലാവ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. റഷ്യയുടെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന മൂവ്മെൻ്റാണ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്. പിന്നെ പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ യൂറോപ്പിലും അതേപോലെ ബാൽക്കൻ പ്രൊവിൻസസ്, ബാൽക്കൻ മേഖലയിലൊക്കെയുള്ള അവരുടെ സ്വാധീനം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ജർമ്മനി കണ്ടെത്തിയ ഒരു മാർഗമാണ് അവിടെയൊക്കെയുള്ള ട്യൂട്ടോണിക് പീപ്പിളുണ്ട്, അവരെ യുണൈറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മനി മൂവ്മെൻറ്റ്. മൂന്നാമത്തേതാണ് റിവെഞ്ച് മൂവ്മെൻറ്റ്. ഇപ്പോൾ റിവെഞ്ച് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത അൽസൈസ്, ലൊറൈൻ എന്നീ മേഖലകളൊക്കെ ഉണ്ടല്ലോ, പ്രദേശങ്ങൾ, അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മൂവ്മെൻറ്റാണ് റിവെഞ്ച് മൂവ്മെൻറ്റ്, പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ 3 മൂവ്മെൻറ്റ്സ് അവിടെ വരുന്നത്. ഇമ്പീരിയലിസ്റ്റുകൾ തമ്മിലുണ്ടായിരുന്ന ഈ ഒരു കോമ്പറ്റീഷൻ, പവറിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന കോമ്പറ്റീഷൻ യൂറോപ്പിൽ ഒരുപാട് ക്രൈസിസുകൾ ഉണ്ടാക്കി. അതിൽ പ്രധാനപ്പെട്ട 2 ക്രൈസിസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് മൊറോക്കൻ ക്രൈസിസും മറ്റേത് ബാൽക്കൻ ക്രൈസിസും. ഈ മൊറോക്കൻ ക്രൈസിസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മൊറോക്കോ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അപ്പോൾ 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു സീക്രട്ട് ട്രീറ്റി, ഒരു രഹസ്യസന്ധി ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ അത് പ്രകാരം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്രാൻസിന് മൊറോക്കോയിലുള്ള ആധിപത്യം ബ്രിട്ടൻ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് ആ ഒരു ട്രീറ്റി അവർ ഒപ്പുവെക്കുന്നത്. പക്ഷേ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ഒരു രാജ്യമായിരുന്നു ജർമ്മനി. അപ്പോൾ ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. അപ്പോൾ ജർമ്മനി എന്താക്കി, മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് അവരുടെ യുദ്ധക്കപ്പലുകളൊക്കെ അയച്ചു. അപ്പോൾ ഈ ഒരു പ്രശ്നം താൽക്കാലികമായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രാൻസിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു മൊറോക്കൻ കോളനി ആയിട്ടുള്ള ഫ്രഞ്ച് കോങ്കോ ജർമ്മനിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു.
അങ്ങനെ ഈ ഒരു പ്രശ്നം അവർ താൽക്കാലികമായിട്ട് ടെമ്പററിലി ഈ പ്രശ്നം അവർ പരിഹരിച്ചു. പക്ഷെ എന്നിട്ട് പോലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നുകൊണ്ടേയിരുന്നു. രണ്ടാമത്താണ് ബാൽക്കൻ പ്രതിസന്ധി, ഇത് ബാൽക്കൻ ക്രൈസിസ്. അപ്പോൾ ബാൽക്കൻ റീജിയൻ എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള ഒരു പ്രദേശമാണ്. എന്നുവെച്ചാൽ ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടൽ, അതായത് നമ്മുടെ ഈജിയൻ സീ ആൻഡ് ബ്ലാക്ക് സീക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ബാൽക്കൻ മേഖല എന്ന് പറയുന്നത്. ഇത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു, ഓട്ടോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ 1912 ബാൽക്കൻ സഖ്യം, ബാൽക്കൻ ലീഗ് എന്ന് പറയുന്ന രാജ്യങ്ങളാണ് ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടനിഗ്രോ. ഈ 4 രാജ്യങ്ങൾ തുർക്കിയെ പരാജയപ്പെടുത്തി. അതായത് ഓട്ടോമൻ തുർക്കിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു എംപയർ ആയിരുന്നു. അതിനെ ഈ ബാൽക്കൻ ലീഗ് എല്ലാവരും കൂടി ചേർന്നിട്ട് പരാജയപ്പെടുത്തി തുർക്കിയെ. എന്നാൽ യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൽക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അങ്ങനെയാണ് അവിടെ അവർ തമ്മിൽ ഒരു യുദ്ധത്തിനുള്ള കാരണമാവുന്നത്. ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതേസമയം തന്നെ ജർമ്മനിയുടെ പിന്തുണയോടെ ഓസ്ട്രിയയും ബാൽക്കൻ റീജിയനിൽ അവരുടെ ഡോമിനൻസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം 1914 ഒരു സെർബിയൻ യുവാവായ ഗാവരിലോ പ്രിൻസപ്പ് ഒരാൾ ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ ക്യാപിറ്റലായ സാരയാവോയിൽ വെച്ചിട്ട് വെടിവെച്ചു കൊന്നു. അപ്പോൾ ഇത് സെർബിയയുടെ ഉത്തരവാദിത്തമാണ് എന്നും പറഞ്ഞിട്ട് ഓസ്ട്രിയ സെർബിയയുടെ നേരെ ജൂലൈ 28, 1914 യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ എന്തായി, ഇപ്പോൾ ഒരു യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് ഇവരുടെ അലയൻസൊക്കെ ഉണ്ടാവുമല്ലോ, ഇവർ ഒരുപാട് സഖ്യങ്ങളിലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഓരോ സഖ്യരാഷ്ട്രവും തങ്ങളുടെ അലയൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു. ലോകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങളൊക്കെ ഈ ഒരു യുദ്ധത്തിൽ നേരിട്ടോ അല്ലാതെയോ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇൻവോൾവ് ആയി. ദെർഫോർ ഈ ഒരു വാറാണ് ഫസ്റ്റ് വേൾഡ് വാറായിട്ട് അറിയപ്പെട്ടത്. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ടോപ്പിക്സ് നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. താങ്ക്